എല്ലാവർക്കും നമസ്കാരം. സ്റ്റാൻഡേർഡ് 4 ഇംഗ്ലീഷ് യൂണിറ്റ് 3 ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് അതിൻ്റെ ആക്ടിവിറ്റീസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. 1 മുതൽ 6 വരെ ആക്ടിവിറ്റീസ് 1 മുതൽ 6 വരെ മറ്റൊരു വീഡിയോയിൽ ചെയ്തിരുന്നു. ഇന്ന് 7ാമത്തെ ആക്ടിവിറ്റി നോക്കാം. One day the merchant sent Ivan to the forest to fetch firewood. Soon the wind rose, the sky became clouded, the lightning flashed, the thunder roared loudly, and the rain fell heavily. ആ പിക്ചർ കണ്ടല്ലോ എല്ലാവരും. ക്യാൻ യു ഡിസ്ക്രൈബ് ദ സീൻ ഇൻ യുവർ ഓൺ വേർഡ്സ്? നമുക്ക് ആ ചിത്രം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. ഇറ്റ്സ് റെയിനിങ് ഹെവിലി. ദ വിൻഡ് ഇസ് ബ്ലോയിങ് സ്ട്രോങ്ലി. മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നു. കാറ്റ് ശക്തമായി അടിച്ചുകൊണ്ടിരിക്കുന്നു. ദ ട്രീസ് ആർ സ്വേയിങ് ഇൻ ദ വിൻഡ്. മരങ്ങളൊക്കെ ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ ആടി ഉലയുന്നു. ഐവാൻ ഈസ് സ്റ്റാൻഡിങ് അണ്ടർ എ ട്രീ. ഐവാൻ എവിടെ നിൽക്കുന്നു? ഒരു മരത്തിൻ്റെ താഴെ നിൽക്കുന്നു. ലോട്ട്സ് ഓഫ് ട്രീസ് ആർ ദെയർ ഇൻ ദ ഫോറസ്റ്റ്. ഫോറസ്റ്റിൽ നിറയെ മരങ്ങളുണ്ട്. വി ക്യാൻ സീ എ നെസ്റ്റ് ഓൺ ദ ട്രീ. നമുക്ക് എന്ത് കാണാം? ഒരു കിളിക്കൂട്. ആ മരത്തിൻ്റെ മുകളിൽ ഒരു കിളിക്കൂട് കാണാം. ദെയർ ആർ ലിറ്റിൽ ബേർഡ്സ് ഇൻ ദ നെസ്റ്റ്. ആ നെസ്റ്റിൽ കുറച്ച് കുഞ്ഞു കിളികളെ നമുക്ക് കാണാം. ലൈറ്റ്നിങ് ഈസ് ഫ്ലാഷിങ്. മിന്നൽ കാണാം. തണ്ടർ ഈസ് റോറിങ് ലൗഡ്ലി. ഇടിമുഴക്കം വല്ലാതെ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ആക്ടിവിറ്റി 8. ഐ വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ദിസ് വാസ് വൺ ഓഫ് ഐവാൻസ് ഡ്രീംസ്. ഡു യു ഹാവ് സച്ച് ഡ്രീംസ്? റൈറ്റ് ഡൗൺ യുവർ ഡ്രീംസ്. ഐവാൻ്റെ ആഗ്രഹം എന്തായിരുന്നു? സ്വപ്നം എന്തായിരുന്നു? ഐവാന് പക്ഷികളുടെ ഭാഷ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇതുപോലുള്ള ഡ്രീംസ് ഉണ്ടാവില്ലേ? നമുക്കതൊന്ന് എഴുതി നോക്കിയാലോ. ഐ വിഷ് ഐ കുഡ് ഫ്ലൈ ലൈക്ക് എ ബേർഡ്. ഒരു പക്ഷിയെ പോലെ പറക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഐ വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ആനിമൽസ്. എനിക്ക് മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാകണമെന്നാണ് ആഗ്രഹം. ഐ വിഷ് ഐ കുഡ് സ്വിം ലൈക്ക് എ ഫിഷ്. എനിക്കൊരു മത്സ്യത്തിനെ പോലെ നീന്തണമെന്നാണ് ആഗ്രഹം. ഐ വിഷ് ഐ കുഡ് സെയിൽ അറൗണ്ട് ദ വേൾഡ്. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഐ വിഷ് ഐ കുഡ് റീപ്ലേസ് മൈ ഓൾഡ് കാർ വിത്ത് എ ന്യൂ വൺ. എൻ്റെ പഴയ കാറിന് പകരം ഒരു പുതിയ കാർ വാങ്ങിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. ഐ വിഷ് ഐ കുഡ് പ്ലേ ഔട്ട്സൈഡ്. എനിക്ക് പുറത്ത് പോയി കളിക്കാൻ ആഗ്രഹമുണ്ട്. ഐ വിഷ് ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഇംഗ്ലീഷ് വളരെ ഒഴുക്കോടെ സംസാരിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. അതായിരുന്നു ആ ആക്ടിവിറ്റി. ആക്ടിവിറ്റി 9 എന്താണ്? One lovely night Ivan, the king, was walking through his balcony. There were many stars in the sky. The full moon seemed to smile at him. He then remembered his friend, the nightingale. ഒരു ദിവസം രാജാവായ ഐവാൻ ഇങ്ങനെ ബാൽക്കണി കൂടെ നടക്കുമ്പോൾ എന്താണ് കണ്ടത്? നിറയെ നക്ഷത്രങ്ങൾ, ആകാശം നിറയെ നക്ഷത്രങ്ങൾ. അതുപോലെ പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ അവനോട് ചിരിക്കുന്നതായിട്ട് അവൻ അനുഭവപ്പെട്ടു. അവൻ്റെ ഫ്രണ്ടായ നൈറ്റിംഗേലിനെ ഓർത്തു. അങ്ങനെ അവൻ ആ നൈറ്റിംഗേലിനെ കുറിച്ചൊരു പാട്ട് പാടുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പെറ്റിനെ കുറിച്ചൊരു പാട്ട് പാടാമോ? I have a little friend. She is a cat. She says meow meow and likes to have milk. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പെറ്റിനെ കുറിച്ച് എഴുതാം. ആക്ടിവിറ്റി 10. Who am I? കുറച്ച് റിഡിൽസ് ആണല്ലേ. I can dance well. My feathers are beautiful. I have a beautiful crown. നന്നായിട്ട് ഡാൻസ് കളിക്കുന്നതും മനോഹരമായ ചിറകുകളുമുള്ള പക്ഷി ഏതാണ്? പീകോക്ക്. I have large round eyes. I can see only at night. My name is a 3-letter word. രാത്രിയിൽ കണ്ണ് കാണുന്നതും നല്ല വട്ടത്തിലുള്ള കണ്ണുകളൊക്കെ ഉള്ള പക്ഷി ഏതാണ്? ഔൾ, മൂങ്ങ അല്ലേ. മൂന്നാമത്തത് I am green in color. My beak is red. People like to hear me speak. സംസാരിക്കുന്ന പക്ഷി, ചുവന്ന ചുണ്ടുള്ള പക്ഷി, അതൊക്കെ ഏതാണ്? പാരറ്റ്. I sing sweetly. I lay eggs in crow's nests. I like to eat mango leaves. കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്ന വിരുദ്ധനാരാണ്? കോയൽ അഥവാ കുക്കു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അഞ്ചാമത്തത് I am a domestic bird. I can swim well. I have a webbed feet. വെബ്ഡ് ഫീറ്റ് ഉള്ള പക്ഷി ഏതാ നമ്മൾ പഠിച്ചു. ആരാണ്? ഡക്ക്. ആറാമത്തത് I am a big bird but I can't fly very high. I live in Antarctica. അന്റാർട്ടിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആളിന് മനസ്സിലായിട്ടുണ്ടാവും. ഉത്തരം പെൻഗ്വിൻ.
I have a long beak. I can stand on one leg. You can see me near ponds. ഒറ്റക്കാലിൽ നിൽക്കുന്ന ആരാണ്? കൊക്ക്, ക്രെയിൻ അല്ലേ? അതുപോലെ നമുക്കും ഒരു റിഡിൽ ഉണ്ടാക്കണം. Now try to make riddles about some other birds you know. I am a large bird. I am brown. I have 2 big wings. I have sharp claws. I like eating meat. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആളിനെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ആരാണ്? ഈഗിൾ. ഇനി പ്രോജക്റ്റ് വർക്ക്. We all listen to songs. We may or may not like them. If we like them, we say good, sweet, beautiful, etc. To speak about them. Find more such describing words from the story. നമ്മളൊരു പാട്ട് നന്നായിരുന്നാൽ എന്തൊക്കെ വാക്കുകളായിരിക്കും നമ്മൾ സാധാരണ ഉപയോഗിക്കുക? ഗുഡ്, സ്വീറ്റ്, ബ്യൂട്ടിഫുൾ, ഇതൊക്കെ അല്ലേ? ഇതുപോലുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സ് നമുക്ക് കഥയിൽ നിന്നും കണ്ടെത്താം. യൂസ് ദീസ് വേർഡ്സ് ഇൻ സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ. ഈ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ കഴിയണം. നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ? Bright and brave boy, cruel man, heavy work, large tree, small birds, little children, broken voice, white sails, large ship, huge waves, little stars. ഇതൊക്കെ ഇതിലൊക്കെ ബ്രൈറ്റ്, ബ്രേവ്, ക്രൂവൽ, ഹെവി, ലാർജ്, സ്മോൾ, ലിറ്റിൽ, ബ്രോക്കൺ, വൈറ്റ്, ലാർജ്, ഹ്യൂജ്, ലിറ്റിൽ, ഇതൊക്കെ ഡിസ്ക്രൈബിംഗ് വേർഡ്സാണ്. ആദ്യത്തേൽ ബ്രൈറ്റ് ആൻഡ് ബ്രേവ് ആ ബോയെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. രണ്ടാമത്തേതിൽ ക്രൂവൽ എന്ന് പറയുന്ന വാക്ക് മാനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അങ്ങനെ ഓരോ വാക്കും അടുത്ത നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അത് ഉപയോഗിച്ച് സെൻറ്റൻസ് നോക്കാം. ബെറ്റി ഹാസ് എ സ്വീറ്റ് വോയിസ്. അപ്പോൾ വോയിസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാണ് സ്വീറ്റ്. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ ഡേ. ഡേ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാണ് ബ്യൂട്ടിഫുൾ. ഹീ ലോസ്റ്റ് ഹിസ് ബ്രേവ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ഡിസീസ്. ബ്രേവ്, ഫൈറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാണ് ബ്രേവ്. അതുപോലെ യു ഹാവ് എ ഗുഡ് ഫാമിലി. ഫാമിലിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഗുഡ്. നെക്സ്റ്റ് ഇസ് മൈ വേർഡ്സ്. കംപ്ലീറ്റ് ദ വേർഡ് ഡയഗ്രാം വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. അപ്പം നടുക്ക് തന്നിരിക്കുന്ന വാക്ക് ഡിസ്. ഡിസ് എന്ന പ്രിഫിക്സും ഒരു അപ്പിയർ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് നമുക്ക് ഡിസപ്പിയർ കൊടുക്കാം. അതുപോലെ ഡിസ് പ്രിഫിക്സ് ആയിട്ട് വരുന്ന മറ്റേതൊക്കെ വാക്കുകൾ നിങ്ങൾക്കറിയാം? കണ്ടിന്യൂ, ഡിസ്കണ്ടിന്യൂ, ക്വാളിഫൈഡ്, ഡിസ്ക്വാളിഫൈഡ്, സാറ്റിസ്ഫൈഡ്, ഡിസാറ്റിസ്ഫൈഡ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഓർഡർ, ഡിസോർഡർ. അതുപയോഗിച്ച് വാക്യങ്ങൾ എഴുതി നോക്കിയാലോ? Now write sentences of your own using the words in the word diagram. The crows flew away and disappeared. Do not discontinue the treatment without consulting your doctor. She was disqualified in the first round. That new plan dissatisfied everyone. My lack of practical experience was a disadvantage. The room was in a state of disorder. Next, I can read the 3 main events in the story, The Language of Birds. Ivan works as a servant. Ivan learns the language of birds. Ivan becomes the king. Given below are some other events in the story. List them under the main events and write them in the table provided. ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്ന സ്റ്റോറിയിലെ 3 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഐവാൻ വർക്ക്സ് ആസ് എ സെർവൻറ്റ്, ഐവാൻ ലേൺസ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, ഐവാൻ ബിക്കംസ് ദ കിങ്. അപ്പം അതിന് താഴെ കുറച്ച് സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. ഓരോ സെൻറ്റൻസും ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണെന്ന് നമുക്ക് കണ്ടെത്തണം. ഫോർ എക്സാമ്പിൾ, ഐവാൻ സെർവ്സ് ദ മെർച്ചൻറ്റ്. ഐവാൻ മെർച്ചൻറ്റിനെ സെർവ് ചെയ്യുന്നു. അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ഐവാൻ വർക്ക്സ് ആസ് എ സെർവൻറ്റ്. അതുപോലെ ദ മദർ ബേർഡ് ടീച്ചസ് ഐവാൻ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. മദർ ബേർഡ് ഐവാനെ പക്ഷികളുടെ ഭാഷ പഠിപ്പിക്കുന്നു. അത് ഏത് കാറ്റഗറിയിൽ വരും? ഐവാൻ ലേൺസ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ലോങ് ലീവ് കിങ് ഐവാൻ, ദ പീപ്പിൾ ഷൗട്ട് എലൗഡ്. ഈ ഒരു സെൻറ്റൻസ് ഏത് കാറ്റഗറിയിലായിരിക്കും വരുന്നത്? ഏത് സന്ദർഭത്തിലായിരിക്കും വരുന്നത്? ഐവാൻ സെർവൻ്റ് ആയിട്ടിരിക്കുമ്പോഴാണോ, കിങ് ആയിട്ടിരിക്കുമ്പോഴാണോ?
യെസ്, ഐവാൻ ബിക്കംസ് ദ കിങ്. അതുപോലെ ഓരോ സെൻറ്റൻസും ഏതൊക്കെ കാറ്റഗറിയിലാണെന്ന് നമുക്ക് തരംതിരിച്ചെഴുതണം. ഒന്നാമത്തെ കാറ്റഗറി ഇതായിരുന്നു, ഐവാൻ വർക്ക്സ് ആസ് എ സെർവൻറ്റ്. അതിലേതൊക്കെ വരും? ഐവാൻ സെർവ്സ് ദ മെർച്ചൻറ്റ്, ദ നൈറ്റിംഗേൽ soothes Ivan to sleep, Ivan goes to the forest, the merchant makes Ivan work from dawn to dusk, Ivan listens to the nightingale's song, Ivan understands the song of the nightingale. Ivan learns the language of birds, Ivan predicts the storm, Ivan drives away the crows, the mother bird teaches Ivan the language of birds. Ivan becomes the king. Long live King Ivan, the people shout aloud. Ivan recognizes the merchant. Ivan marries the princess. An old man visits Ivan. The nightingale comes back. Ivan rules the country well. അപ്പോൾ ഇതൊക്കെയാണ് ഐവാൻ ബിക്കംസ് ദ കിങ്, ഐവാൻ രാജാവായിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ലെസണിലെ ആക്ടിവിറ്റീസ്, പ്രോജക്റ്റ് വർക്ക്, അയക്കാൻ മൈ വേർഡ്സ്, ഇതൊക്കെ ബുക്കിൽ ചെയ്യാൻ ശ്രമിക്കുക. പുതിയൊരു പാഠത്തിൻ്റെ വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.